നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. മൂന്നാം പാദത്തിൽ സ്വർണ്ണ ശേഖരത്തിൽ രേഖപ്പെടുത്തിയത് 10% വർധന. SBIയുടെ രണ്ടാം പാദത്തിലെ അറ്റാദായം 10% ഉയർന്ന് 20,160 കോടി രൂപയായി. SBI ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനം 1,75,898 കോടി രൂപയായി. US നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വൻ കുതിപ്പ്. 5,93,000 ബാരലാണ് ഒക്ടോബറിലെ ഇറക്കുമതി. ചൈനീസ് ഇറക്കുമതി പുനരാരംഭിക്കാൻ ഇന്ത്യ. ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്നാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് തിരികെ എത്തുന്നത്. രാജ്യത്ത് സമ്പദ് വർദ്ധിക്കുന്നത് 1% പേർക്ക് മാത്രമെന്ന് G20 റിപ്പോർട്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വം കുറയുമ്പോൾ ജനങ്ങൾക്കിടയിലുള്ള അന്തരം വർദ്ധിക്കുന്നതായ റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 519 പോയിന്റ് ഇടിഞ്ഞ് 83,459-ലും നിഫ്റ്റി 165 പോയിന്റ് ഇടിഞ്ഞ് 25,597-ലും വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നുണ്ട്. ജാസ്മിൻ, എന്തൊക്കെയാണ് ഇന്നത്തെ വിശദാംശങ്ങൾ? ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പയറി ഡേ കൂടിയായിരുന്നു. ആ ഒരു എക്സ്പയറി ദിനത്തിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. എഗെയിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ത്രൂ ഔട്ട് കാണാൻ സാധിച്ചിരുന്നു. ഇന്റൻസിറ്റി അല്പം കൂടി വരുന്നതായിട്ടാണ് അവസാന സെഗ്മെന്റിലേക്കൊക്കെ തന്നെ വന്നത്. ഏതായാലും മാർക്കറ്റിന്റെ ക്ലോസിംഗിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി 50 0.64% ഒരു ഇടിവോട് കൂടി 25,597 എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 25,740 ഓപ്പൺ ചെയ്ത നിഫ്റ്റി ആയിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു കനത്ത സെല്ലിംഗ് പ്രഷറോട് കൂടിയത് 25,500 എന്നുള്ളൊരു നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. എഗെയിൻ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്തും നമുക്ക് 200-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻസെക്സിലേക്ക് വരുന്ന സമയത്തും 500-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവ് സെൻസെക്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് സെല്ലിംഗ് പ്രഷറിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തി ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മെറ്റൽ മേഖലയാണ്. 1.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് മെറ്റൽ മേഖല ഒരു ക്ലോസിംഗ് സ്വീകരിച്ചിരിക്കുന്നത്. 1% കൂടുതലുള്ള ഇടിവ് IT മേഖലയ്ക്കും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ 0.5% കൂടുതൽ ഇടിവുണ്ടായിരുന്നത് മീഡിയയുണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ്, പ്രൈവറ്റ് ബാങ്ക്, അതോടൊപ്പം തന്നെ FMCG തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലും ഇന്ന് വലിയ ഇടിവ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഈ ഒരു വീക്കായിട്ടുള്ള മാർക്കറ്റിലും ഇന്ന് ടൈറ്റന്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. 2.34% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ടൈറ്റന്റെ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. ഭാരതി എയർടെലും മികച്ച ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം 1.93% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബജാജ് ഫിനാൻസിലും 1.38% മുന്നേറ്റം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും വ്യാപാരത്തിലാണെന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ജാസ്മിൻ ജമാലാണ് വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നതിൽ വർധന. മൂന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയത് 10% വർധന. കരുതൽ ശേഖരം ശക്തിപ്പെടുത്തി RBIയും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൂന്നാം പാദത്തിൽ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ വർദ്ധിച്ചു. 220 ടൺ സ്വർണമാണ് ഇക്കാലയളവിൽ കേന്ദ്ര ബാങ്കുകൾ വാങ്ങിക്കൂട്ടിയത്. മുൻപാദത്തെ അപേക്ഷിച്ച് 28% വർദ്ധിച്ചുവെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സെപ്റ്റംബർ 30 അവസാനിച്ച മൂന്നാം പാദത്തിലെ സ്വർണ്ണ വാങ്ങലുകൾ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വാങ്ങിയ 199.5 ടണ്ണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 10% വാർഷിക വർധനവ് രേഖപ്പെടുത്തി. തുടർച്ചയായ 2 പാദങ്ങളിലെ വാങ്ങലുകൾ മന്ദഗതിയിലായതിനു ശേഷമാണ് ഈ കുതിപ്പ്. RBI ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 600 കിലോ സ്വർണം വാങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ അവസാന ആഴ്ചയിലെ കണക്കനുസരിച്ച് RBIയുടെ കരുതൽ സ്വർണ്ണ ശേഖരം 880 ടണ്ണാണ്. വർഷം തോറും കേന്ദ്ര ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിൽ 634 ടൺ ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. SBIയുടെ രണ്ടാം പാദത്തിലെ അറ്റാദായം 10% ഉയർന്ന് 20,160 കോടി രൂപയായി. SBI ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനം 1,75,898 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ
2025 സെപ്റ്റംബർ 30 അവസാനിച്ച പാദത്തിൽ അറ്റാദായത്തിൽ 10% വർധന രേഖപ്പെടുത്തി. ഇതോടെ അറ്റാദായം 20,160 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള പാദത്തിൽ ബാങ്ക് 18,311 കോടി രൂപ ലാഭം നേടിയിരുന്നു. ഇക്കാലയളവിൽ ലഭിച്ച പലിശ 1,19,654 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഇത് 1,13,871 കോടി രൂപയായിരുന്നു. 2025 സെപ്റ്റംബർ 30 കണക്കനുസരിച്ച് ബാങ്കിന്റെ ആസ്തി നിലവാരം മെച്ചപ്പെട്ടു. മൊത്തം നിഷ്ക്രിയാസ്തികൾ മൊത്തവായ്പയുടെ 1.73% കുറഞ്ഞു. നിഷ്ക്രിയാസ്തികൾ മുൻവർഷം ഇതേ കാലയളവിലെ 0.53% നിന്ന് 0.42% കുറഞ്ഞു. സംയോജിത അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 30 അവസാനിച്ച രണ്ടാം പാദത്തിൽ SBI ഗ്രൂപ്പ് 7% വർധന രേഖപ്പെടുത്തി. ഇത് 21,137 കോടി രൂപയായി. മുൻ സാമ്പത്തിക വർഷത്തെ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ഇത് 19,734 കോടി രൂപയായിരുന്നു. അവലോകന പാദത്തിൽ SBI ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനം 1,75,898 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 1,63,802 കോടി രൂപയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വൻ കുതിപ്പ്. 5,93,000 ബാരലാണ് ഒക്ടോബറിലെ ഇറക്കുമതി. ഒക്ടോബറിൽ US നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി 4 വർഷത്തിലെ ഉയർന്ന നിലയിലെത്തി. 5,93,000 ബാരലാണ് ഒക്ടോബറിലെ ഇറക്കുമതിയെന്ന് മാരിടൈം ഇന്റലിജൻസ് സ്ഥാപനമായ കെപ്ലയറിന്റെ ഡാറ്റ പറയുന്നു. ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് രാജ്യം എണ്ണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നുണ്ട്. US-ഉമായുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമാണ് എണ്ണ ഇറക്കുമതിയിൽ പെട്ടെന്നുണ്ടായ വർധനമെന്നും വിലയിരുത്തപ്പെടുന്നു. US നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വർധനവുണ്ടായിട്ടും റഷ്യ രാജ്യത്തെ ഏറ്റവും വലിയ വിതരണക്കാരായി തുടരുകയാണ്. ഒക്ടോബറിൽ ഇറക്കുമതി 1.61 ദശലക്ഷം ബാരലാണ് മോസ്കോയിൽ നിന്നുള്ള ഇറക്കുമതി. ഇത് വാർഷിക ശരാശരിയായ 1.73 ദശലക്ഷം ബാരലിനേക്കാൾ അല്പം താഴെയാണ്. ഇന്ത്യൻ റിഫൈനർമാർ ഇടനിലക്കാർ വഴി സ്പോട്ട് മാർക്കറ്റിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ട്. റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ്നെറ്റ്വിലിനെയും റുക്കോവിലിനെയും ലക്ഷ്യമിട്ട് US ഉപരോധങ്ങൾ കർശനമാക്കുന്നിടയിൽ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്ന കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹവും US എണ്ണ ഇറക്കുമതിയിലേക്കുള്ള മാറ്റത്തിന് കാരണമാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി സ്ഥിരമായി തുടരുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള ചില റിഫൈനറിമാർ വാഷിംഗ്ടണുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കമ്പനികൾ കൂടുതൽ US ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് ഇറക്കുമതി പുനരാരംഭിക്കാൻ ഇന്ത്യ. ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്നാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് തിരികെ എത്തുന്നത്. GST നിരക്ക് കുറച്ചതിനാൽ ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്നാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചത്. വിതരണ ശൃംഖലയിലെ കാലതാമസം പരിഹരിക്കുന്നതിനും ഉത്സവ സീസണിലെ ക്ഷാമം തടയുന്നതിനുമായി ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായുള്ള അപേക്ഷകൾ സർക്കാർ വേഗത്തിലാക്കുന്നു. ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ, പാദരക്ഷകൾ, നിത്യോപയോഗ സാധനങ്ങൾ, സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവ കൊണ്ടുവരുന്നതിനായി പ്രാദേശിക കമ്പനികളുടെ തീർപ്പ് കൽപ്പിക്കാത്ത അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നു. ഈ ഇറക്കുമതികൾക്ക് വിദേശ നിർമ്മാണ പ്ലാന്റിന്റെ നിർബന്ധിത സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി സംഘർഷം നയതന്ത്രം വഷളാക്കുന്നതിന് കാരണമായതിനെ തുടർന്ന് 2020 ആദ്യം മുതൽ അനുമതികൾ നിർത്തിവച്ചിരുന്നു. പ്രാദേശിക ഫാക്ടറികൾക്ക് പെട്ടെന്ന് ക്ലിയറൻസുകൾ ലഭിച്ചു. അതേസമയം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ക്ലിയറൻസ് ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടു. ഇലക്ട്രിക് മൊബിലിറ്റി, റിന്യൂവബിൾ എനർജി, കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്നിവയിൽ നിർമ്മിതാക്കളുടെ സമ്മർദ്ദം ലഘൂകരിച്ച് 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈന ഇന്ത്യയിലേക്കുള്ള അപൂർവ മാഗ്നറ്റുകളുടെ കയറ്റുമതി പുനരാരംഭിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും മാറി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ചൈനീസ് പൗരന്മാർക്കുള്ള വിസ ക്ലിയറൻസ് ഇന്ത്യ വേഗത്തിൽ നടപ്പിലാക്കി തുടങ്ങി. ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തെ തുടർന്ന് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് സമ്പത്ത് വർദ്ധിക്കുന്നത് 1% പേർക്ക് മാത്രമെന്ന് G20 റിപ്പോർട്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വം കുറയുമ്പോൾ ജനങ്ങൾക്കിടയിലുള്ള അന്തരം വർദ്ധിക്കുന്നതായും റിപ്പോർട്ട്. 2000-നും 2023-നും ഇടയിൽ ഇന്ത്യയിൽ 1% ജനങ്ങളുടെ സമ്പത്ത് 62% വർദ്ധിച്ചതായാണ് G20യുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻസി നിയോഗിച്ച റിപ്പോർട്ടിൽ പറയുന്നു. നൊബേൽ സമ്മാന ജേതാവ് ജോസഫ് ടിഗ്ലിറ്റിന്റെ നേതൃത്വത്തിലാണ് പഠനം നടന്നത്. ആഗോള അസമത്വം അടിയന്തര തലങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നും ഇത് ജനാധിപത്യത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും കാലാവസ്ഥാ പുരോഗതിക്കും ഭീഷണിയാണെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു.
1% പേരിൽ മാത്രം സമ്പത്ത് 62% വർധനയുണ്ടാകുമ്പോൾ താഴെത്തട്ടിലുള്ളവരിൽ 1% മാത്രമാണ് സമ്പത്ത് വർദ്ധിക്കുന്നത്. ചൈന, ഇന്ത്യ തുടങ്ങിയ ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിലെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് രാജ്യങ്ങൾക്കിടയിലുള്ള അസമത്വം കുറച്ചു. ഇത് ആഗോള GDP-യിൽ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളുടെ വിഹിതം ഒരു പരിധിവരെ കുറച്ചിട്ടുണ്ടെന്നാണ് G20 റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ടാറ്റ ട്രസ്റ്റിൽ ഭിന്നത രൂക്ഷമാകുന്നു. മെഹ്ലി മിസ്ത്രി നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ടാറ്റ ട്രസ്റ്റിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുന്നതിനു മുമ്പ് തന്റെ ഭാഗം കേൾക്കണമെന്നാവശ്യപ്പെട്ട് വ്യവസായി മെഹ്ലി മിസ്ത്രി മഹാരാഷ്ട്ര ചാരിറ്റി കമ്മീഷണർക്ക് മുമ്പാകെ ഹർജി സമർപ്പിച്ചു. തന്റെ ഭാഗം അവതരിപ്പിക്കാൻ അവസരം നൽകാതെ കോടതിക്കോ ചാരിറ്റി കമ്മീഷണറിനോ തനിക്കെതിരെ ഒരു ഉത്തരവും പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. മിസ്ത്രിയുടെ വെല്ലുവിളിയിൽ നോയൽ ടാറ്റ ക്യാമ്പിനെ പ്രതിസന്ധിയിലാക്കും. രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരിമാരായ ഷിറിനും ഡീന ജിജോഭായും മിസ്ത്രിയെ പിന്തുണയ്ക്കും. രത്തൻ ടാറ്റയുടെ സഹോദരൻ ജിമ്മി ടാറ്റയുടെ നിലപാട് വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം ടാറ്റ ട്രസ്റ്റിന്റെ ചെയർമാൻ നോയൽ ടാറ്റ ഉൾപ്പെടെയുള്ള എല്ലാ ട്രസ്റ്റുകൾക്കും മുന്നറിയിപ്പിന്റെ പകർപ്പുകൾ നൽകിയിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമായുള്ള ടാറ്റ ട്രസ്റ്റുകളുടെ ബോർഡിനെ വെല്ലുവിളിക്കാനുള്ള മിസ്ത്രിയുടെ ദൃഢനിശ്ചയത്തെയാണ് ഈ ഫയലിംഗ് അടിവരയിടുന്നത്. ഒരു മുന്നറിയിപ്പ് ഫയൽ ചെയ്യുന്നതിലൂടെ തന്നെ നീക്കം ചെയ്തതിന്റെ നടപടിക്രമങ്ങളെയും കാരണങ്ങളെയും എതിർക്കാൻ മിസ്ത്രി മുന്നോട്ട് വന്നതായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 3 വർഷത്തെ കാലാവധി അവസാനിച്ചതിനു ശേഷം മെഹ്ലി മിസ്ത്രിയെ ട്രസ്റ്റിയായി വീണ്ടും നിയമിക്കുന്നതിനെതിരെ TVS മോട്ടോർ കമ്പനിയുടെ മുൻ ചെയർമാൻ വേണു ശ്രീനിവാസനും മുൻ പ്രതിരോധ സെക്രട്ടറി വിജയ് സിംഗും വോട്ട് ചെയ്യുകയായിരുന്നു. സൈറസ് മിസ്രിയുടെ ബന്ധുവായ മെഹ്ലി മിസ്രി കോടതിയിൽ ഈ നീക്കത്തെ ചോദ്യം ചെയ്യും. ഇത് ടാറ്റ സൺസിനെ നിയന്ത്രിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റ്, സർ രത്തൻ ടാറ്റ ട്രസ്റ്റ് എന്നിവയുൾപ്പെടെ നിരവധി ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ മേൽനോട്ടം വഹിക്കുന്ന ടാറ്റ ട്രസ്റ്റിന് 156 വർഷം പഴക്കമുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിൽ 66% ഓഹരിയുണ്ട്. ഇതിൽ 30 ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഏകദേശം 400 കമ്പനികൾ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് വീണ്ടും പവന് 9,000 രൂപയ്ക്ക് താഴേക്ക്, പവന് 520 രൂപ കുറഞ്ഞ് 89,800 രൂപയായി. ഗ്രാമിന് 65 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാമിന് 11,225 രൂപയായി. വെള്ളിവില ഗ്രാമിന് 2 രൂപ കുറഞ്ഞ് 158 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. 3-ാം പാദത്തിൽ സ്വർണ്ണ ശേഖരത്തിൽ രേഖപ്പെടുത്തിയത് 10% വർധന. SBIയുടെ 2-ാം പാദത്തിലെ അറ്റാദായം 10% ഉയർന്ന് 20,160 കോടി രൂപയായി. SBI ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനം 1,75,898 കോടി രൂപയായി ഉയർന്നു. US-ൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വൻ കുതിപ്പ്. 5,93,000 ബാരലാണ് ഒക്ടോബറിലെ ഇറക്കുമതി. ചൈനീസ് ഇറക്കുമതി പുനരാരംഭിക്കാൻ ഇന്ത്യ. ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്നാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് തിരികെ എത്തുന്നത്. രാജ്യത്ത് സമ്പത്ത് വർദ്ധിക്കുന്നത് 1% പേർക്ക് മാത്രമെന്ന് G20 റിപ്പോർട്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വം കുറയുമ്പോൾ ജനങ്ങൾക്കിടയിലുള്ള അന്തരം വർദ്ധിക്കുന്നതായ റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.